പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 ബിവറേജ് കോർപ്പറേഷനിൽ നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവയെല്ലാം. വളരെ കൃത്യമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന LDC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്റ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ. വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്റ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഈസ് ആണ്. വൺ ഓഫ് ദ പീപ്പിൾസ് ഈസ് സെലക്റ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ. എന്തുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത് എന്ന് നമ്മൾ അറിയണം. അതിന് കാരണം വൺ ഓഫ് എന്ന വേർഡ്, വൺ ഓഫ് മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് വേർഡുകൾ കൂടിയുണ്ട്. വൺ ഓഫ്, നൺ ഓഫ്, ഐദർ ഓഫ്, neither of, each of, every of, many of. One of, none of, either of, neither of, each of, every of, many of. ഇതിലേതെങ്കിലും ഒരു വേർഡ് വന്നാൽ പ്ലൂറൽ നൗൺ ആയിരിക്കണം. നൗണ് പ്ലൂറൽ ആയിരിക്കണം. വെർബ് സിംഗുലർ ആയിരിക്കണം. വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ ഈസ് ആണ് സിംഗുലർ വെർബ്, അതുകൊണ്ടാണ് ഉത്തരം ഓപ്ഷൻ സി ഈസ് വന്നിരിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു, വൺ ഓഫ്, നൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി ഓഫ്, മെനി ഓഫ്. ഇതിലേതെങ്കിലും ഒരു വേർഡ് ഉണ്ട് എങ്കിൽ അതിൻ്റെ കൂടെ പ്ലൂറൽ നൗണും, പ്ലൂറൽ നൗൺ ഇവിടെ പ്യൂപ്പിൾസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് വരേണ്ടത്. പ്ലൂറൽ നൗണും സിംഗുലർ വെർബ്. അടുത്ത ചോദ്യം, The postman dash lives in the village is very old. The postman. The postman എന്നത് ഒരു മനുഷ്യനാമമാണ്. ഒരു മനുഷ്യനാമമാണ് എങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഹൂവോ, ഹുമ്മോ, ഹൂസോ ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു മനുഷ്യനാമമാണ് എങ്കിൽ അതിൽ ഹൂവോ, ഹുമ്മോ, ഹൂസോ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹൂ ആണ്. ഓപ്ഷൻ എ ഹൂ. എന്താണ് ഹൂ വരാൻ കാരണമെന്ന് വെച്ചാൽ അതിന് ഏറ്റവും ലളിതമായതാണ്. ഒരു നാമത്തിന് ശേഷം ബ്ലാങ്ക് കഴിഞ്ഞ് വെർബാണ് വരുന്നത് എങ്കിൽ ഹൂ ചേർക്കുക. ഒരു നാമത്തിന് ശേഷം ബ്ലാങ്ക്, ഈ ബ്ലാങ്ക് വരുന്നു, ഈ ബ്ലാങ്കിന് ശേഷം വെർബാണ് വരുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ ചേർക്കുന്ന ബ്ലാങ്കിൽ നമ്മൾ ഹൂ എഴുതിയാൽ മതി. മറ്റൊന്നും ചിന്തിക്കേണ്ട, ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. ഒരു നാമത്തിന് ശേഷം ബ്ലാങ്ക് വന്ന് ഇമ്മീഡിയറ്റ്ലി ബ്ലാങ്കിന് ശേഷം വെർബാണ് വരുന്നത് എങ്കിൽ ആ ബ്ലാങ്കിൻ്റെ സ്ഥാനത്ത് ഹൂ ആണ് ചേർക്കേണ്ടത്. ഇതൊരു നാമം വന്നു കഴിഞ്ഞാൽ ഉള്ള കേസാണ്. അടുത്ത ചോദ്യം, സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. സാം ഈസ് വെരി ഗുഡ്, ഓപ്ഷൻ ബി അറ്റ് മാത്തമാറ്റിക്സ്. അറ്റ് മാത്തമാറ്റിക്സ് ആണ് ഇവിടെ വരുന്നത്. അറ്റ് മാത്തമാറ്റിക്സ്. സാം ഈസ് വെരി ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. എന്തുകൊണ്ടാണ് അവിടെ അറ്റ് വന്നത്? അറ്റ് വന്നത് ഒരു വ്യക്തിയുടെ കഴിവിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിയുടെ കഴിവിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സാം എന്ന വ്യക്തിയുടെ കഴിവിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ആഘോഷങ്ങളുടെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. അറ്റ് ക്രിസ്മസ്, അറ്റ് ഓണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. ആഘോഷങ്ങൾ, ഒരു വ്യക്തിയുടെ കഴിവ്, ആഘോഷങ്ങൾ, ഇവയ്ക്കെല്ലാം നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തമായ സമയത്തെ സൂചിപ്പിക്കാൻ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. വ്യക്തമായ സമയത്തെ സൂചിപ്പിക്കാൻ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. ദ ട്രെയിൻ റീച്ച്ഡ് ഡൽഹി അറ്റ് 5 PM. ദ ട്രെയിൻ റീച്ച്ഡ് ഡൽഹി അറ്റ് 5 PM. അതുപോലെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വ്യക്തമായ സമയം, ആഘോഷങ്ങൾ, ഒരു വ്യക്തിയുടെ കഴിവ്, ഇവയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ചൂസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് വൈവാ വോസി. ചൂസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് വൈവാ വോസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. വൈവാ വോസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറലായിട്ട് പറയുന്നതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓറലി. ഓറലി എന്നുള്ളതാണ് വൈവാ വോസിയുടെ മീനിങ്. അടുത്ത ചോദ്യം, എ സ്റ്റുഡൻറ്റ് ഹൂ സ്റ്റേസ് അവേ ഫ്രം സ്കൂൾ വിത്തൗട്ട് ടെല്ലിംഗ് ഹിസ് ഓർ ഹെർ പേരൻസ്. A student who stays away from school without telling his or her parent. ആൻസർ ഓപ്ഷൻ ബി ട്രൂവൻ്റ് ആണ്.
truant ആണ് a student who stays away from school without telling his or her parents. അടുത്ത ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ടീച്ചർ സെഡ് ടു ജാക്ക് ഡോണ്ട് ബി ലേറ്റ് അഗെയിൻ ടുമാറോ. ടീച്ചർ സെഡ് ടു ജാക്ക് ഡോണ്ട് ബി ലേറ്റ് അഗെയിൻ ടുമാറോ. ഇവിടെ നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഞങ്ങളൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എന്നാൽ ഇവിടെ ഈ ഓപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ടുമാറോ എന്നൊരു വേർഡുണ്ട്. ടുമാറോ എന്നൊരു വേർഡ് വന്നാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരിക്കലും ടുമാറോ എന്ന് വരില്ല. ഇവിടെ നോക്കാം, നമുക്ക് ഓപ്ഷൻ ബിയിലും ടുമാറോ ഉണ്ട്, അതുപോലെ ഓപ്ഷൻ ഡിയിലും ടുമാറോ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആൻസർ അല്ലാതാവും. ഒരിക്കലും ടുമാറോ എന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടുമാറോ വരില്ല, നെക്സ്റ്റ് ഡേ എന്നാണ് വരുന്നത്. ഓക്കെ, അതേപോലെ ഈ ഡു നോട്ട് കൂട്ടി വരുന്ന സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു എന്നായി മാറും. ഡു നോട്ട് കൂട്ടി വരുന്ന സെൻറ്റൻസ്, ഡു നോട്ടിൽ ആരംഭിക്കുന്ന സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു എന്നായി മാറും. ഇവിടെ നമുക്ക് നോക്കാം, ഓപ്ഷൻ എയിൽ അത് ഡു നോട്ട് എന്ന് തന്നെയാണ്, ഡോണ്ട് എന്ന് തന്നെയാണ് ഓപ്ഷൻ എയിൽ. അതുകൊണ്ട് ഓപ്ഷൻ എയും ആൻസർ ആകില്ല. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ടീച്ചർ വാണ്ട് ജാക്ക് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് ഡേ. ഞങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വളരെ ഈസിയായി പറഞ്ഞു തന്നതാണ്. അടുത്ത ചോദ്യം, മിസ്സിസ് നളിനി ഡാഷ് ഹെർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. മിസ്സിസ് നളിനി ഡാഷ് ഹെർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രോട്ടപ്പ്. ബ്രോട്ടപ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ആണ്. എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ എന്നാണ് പറയുന്നത്. മിസ്സിസ് നളിനി എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ഹെർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. ബ്രോട്ടപ്പിൻ്റെ അർത്ഥം എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ എന്നാണ് വരുന്നത്. ഈ ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് എന്നാണ് അർത്ഥം. ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് എന്നാണ് അർത്ഥം. അതേപോലെ ബ്രോട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ് എന്നുള്ളതാണ് അർത്ഥം. ബ്രോട്ട് ഔട്ട്, എക്സ്പോസ് എന്നുള്ളതാണ് അർത്ഥം. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് നോട്ട് എ സിനോണിം ഓഫ് എനോമറസ്. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് നോട്ട് എ സിനോണിം ഓഫ് എനോമറസ്. ഓപ്ഷൻ ഡി ആണ്, ടൈനി എന്നുള്ളതാണ് എനോമറസിൻ്റെ സിനോണിം അല്ലാത്തത്. താഴെ ഈ 4 ഓപ്ഷനിൽ ടൈനി എന്നുള്ളതാണ് എനോമറസിൻ്റെ സിനോണിം അല്ലാതെ വരുന്നത്. അടുത്ത ചോദ്യം, ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽ. ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽ. ഇവിടെ നോക്കാം, നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിൽ വുഡ് പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്. വുഡ് പ്ലസ് V1 എന്നാണ് വന്നിരിക്കുന്നത്. വുഡ് പ്ലസ് V1 ഓഫ് ദ വെർബാണ് വന്നിരിക്കുന്നത്. വുഡ് പ്ലസ് V1 ഓഫ് ദ വെർബ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും ഈഫിനോട് ചേർന്ന് വരുന്നത്. പാസ്റ്റ് ടെൻസ്, ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വാസ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ വാസ് ആണ് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ വാസ് ആണ് ഇതിൻ്റെ ഉത്തരം. ഈഫ് ക്ലോസിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ ലിങ്കിൽ ഇടാം. നിങ്ങളത് കാണുക. കണ്ടാൽ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാകും. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പാസ്റ്റ് ടെൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡിൽ വുഡ് പ്ലസ് V1 വരും. ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വാസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്തത്. അടുത്ത ചോദ്യം, യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. യു ഹാഡ് ബെറ്റർ റീച്ച്. ഓപ്ഷൻ എ ആണ് ആൻസർ, റീച്ച് ഇൻ ടൈം. യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം. ഇവിടെ ഹാഡ് ബെറ്റർ ശ്രദ്ധിക്കുക. ഇവിടെ ഹാഡ് ബെറ്റർ, അതുപോലെ വുഡ് റാദർ, അതുപോലെ റാദർ ദാൻ, ഇവയെല്ലാം വന്നു കഴിഞ്ഞാൽ V1 ഓഫ് ദ വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. V1 നമ്മൾ ഉപയോഗിക്കും. 2 ഒന്നുമില്ലാത്ത V1 നമ്മൾ ഉപയോഗിക്കും. ഇവിടെ നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് യു ഹാഡ് ബെറ്റർ ടു റീച്ച് എന്നുള്ളത്. എന്നാൽ ഹാഡ് ബെറ്റർ, വുഡ് റാദർ, റാദർ ദാൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ജസ്റ്റ് നമ്മൾ ആ വെർബ് മാത്രമേ എഴുതുകയുള്ളൂ. അതിൻ്റെ കൂടെ ടു, പാസ്റ്റ് ടെൻസ് ഇതൊന്നും എഴുതില്ല. അടുത്ത ചോദ്യം,
Business has now become very dog eat dog. Business has now become very dog eat dog. Choose the meaning of the idiom dog eat dog. അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാകും. ബിസിനസ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. സോ ആൻസർ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് ഫോർ പ്രോഫിറ്റ് എന്നാണ്. ഡോഗ് ഈറ്റ് ഡോഗ് എന്നുള്ളത് കോമ്പറ്റീറ്റീവ് ഫോർ പ്രോഫിറ്റ് എന്നാണ്. ഡോഗ് ഈറ്റ് ഡോഗ് എന്നുള്ളത് കോമ്പറ്റീറ്റീവ് ഫോർ പ്രോഫിറ്റ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, $100 dash a high price to pay. $100 dash a high price to pay. ഇവിടെ $100, അതായത് നമ്മളൊരു ഹൈറ്റ്, വെയ്റ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്റ്റൻസ്, ടൈം ഇതെല്ലാം പറയുമ്പോൾ നമ്മളെപ്പോഴും സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. സോ ഈസ് ആണ് ഇവിടെ വരുന്നത്. $100 ഈസ് എ ഹൈ പ്രൈസ് ടു പേ. $100 ഇത് ഹൈറ്റ്, വെയ്റ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്റ്റൻസ്, ടൈം ഇതെല്ലാം ഇതിൻ്റെ കൂടെ എല്ലാം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഈസ് ആണ്. അടുത്ത ചോദ്യം, മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ. മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ. ഇവിടെ എവറി ഡേ എല്ലാ ദിവസവും പതിവായി നടക്കുന്ന ഒരു കാര്യം നമ്മൾ റൈറ്റ്സ് എന്നാണ് എഴുതുന്നത്. അതായത് പ്രസന്റ് ടെൻസിലാണ് എഴുതുന്നത്. പതിവായി നടക്കുന്ന ഒരു കാര്യം നമ്മൾ പ്രസന്റ് ടെൻസിലാണ് എഴുതുന്നത്. സോ ഇവിടെ ആൻസർ റൈറ്റ്സ്. മിസ്റ്റർ ജോൺ റൈറ്റ്സ് എ ലെറ്റർ എവറി ഡേ. മിസ്റ്റർ ജോൺ റൈറ്റ്സ് എ ലെറ്റർ എവറി ഡേ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ബാഡ്? വാട്ട് ഈസ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ബാഡ്? ഇവിടെ ബാഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വേഴ്സ് ആണ്. ബാഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം വേഴ്സ് ആണ്. അതേപോലെ ബാഡിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം വേഴ്സ്റ്റ് ആണ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വേർഡാണ് വെൽ. വെല്ലിൻ്റെ കമ്പാരിറ്റീവ് ഫോം ബെറ്റർ എന്നാണ്. വെല്ലിൻ്റെ കമ്പാരിറ്റീവ് ഫോം ബെറ്റർ എന്നാണ്. അതേപോലെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റ് ആണ്. വെല്ലിൻ്റെ കമ്പാരിറ്റീവ് ഫോം ബെറ്ററും സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റുമാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ലിറ്റിൽ. ലിറ്റിലിൻ്റെ കമ്പാരിറ്റീവ് ഫോം ലെസ് ആണ്. ലിറ്റിലിൻ്റെ കമ്പാരിറ്റീവ് ഫോം ലെസ് ആണ്. അതേപോലെ സൂപ്പർലേറ്റീവ് ഫോം ലീസ്റ്റ് ആണ്. സൂപ്പർലേറ്റീവ് ഫോം ലീസ്റ്റ് ആണ്. അത് ഓർക്കുക, ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. അതായത് കമ്പാരിറ്റീവ് ഫോം സൂപ്പർലേറ്റീവ് ഫോം ആണ് പറയുന്നത്. ബാഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം വേഴ്സ്, സൂപ്പർലേറ്റീവ് ഫോം വേഴ്സ്റ്റ്. അതേപോലെ വെല്ലിൻ്റെ കമ്പാരിറ്റീവ് ഫോം ബെറ്റർ, സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റ്. ലിറ്റിലിൻ്റെ കമ്പാരിറ്റീവ് ഫോം ലെസ്, അതേപോലെ സൂപ്പർലേറ്റീവ് ഫോം ലീസ്റ്റ്. അടുത്ത ചോദ്യം, ടോം received rich dash from his recitation. Tom received rich dash from his recitation. ഇവിടെ ഓപ്ഷൻ ഡി കോംപ്ലിമെന്റ്സ് ആണ്. ടോം received rich compliments for his recitation. Tom received rich compliments for his recitation. അടുത്ത ചോദ്യം, we were enchanted by him. We were enchanted by him. We were enchanted by him. ഇത് നമ്മൾ ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്. ചൂസ് ദ ആക്റ്റീവ് വോയിസ്. ഇവിടെ തന്നിരിക്കുന്നത് പാസീവ് വോയിസ് ആണ്. നമുക്കിതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ് കാണേണ്ടത്. ഒരു കാര്യം ഇതിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഈ സെൻറ്റൻസ് ആദ്യം ശ്രദ്ധിക്കുക. വാസ്, ഈസ്. ഓപ്ഷൻ ബിയും ശ്രീയും ശ്രദ്ധിക്കുക. വാസ്, ഈസ് ഇവ ഒരു സെൻറ്റൻസിലുണ്ട് എങ്കിൽ അതിൻ്റെ പാസീവ് വോയിസിൽ ബീയിങ് കാണും. ഇത് പ്ലസ് ബീയിങ്, അതായത് വാസ് പ്ലസ് വാസ്, ഈസ് അതിൻ്റെ കൂടെ പ്ലസ് ബീയിങ് കൂടെ കാണും. അതായത് വാസ് ബീയിങ്, ഈസ് ബീയിങ് എന്ന് പാസീവ് വോയിസിൽ കാണും. അതേപോലെ ഹാസ് ഉണ്ട് എങ്കിൽ ബീൻ കാണും. ഹാസ് പ്ലസ് ബീൻ, അതായത് സബ്ജക്റ്റ് അനുസരിച്ച് അത് ചേഞ്ച് ആകും. ഹാസോ ഹാവോ ആവും. അതുപോലെ ഇതിൻ്റെ കൂടെ ഹാസോ ഹാവോ വന്നാൽ അതിൻ്റെ കൂടെ എപ്പോഴും ബീൻ കാണും.
എന്നാൽ ഇവിടെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇവിടെ ഓപ്ഷൻ എയ്ക്കകത്ത് ഹി എൻചാൻറ്റഡ് ആസ്. എൻചാൻറ്റഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത് എങ്കിൽ അതിൻ്റെ പാസീവ് വോയിസിൽ വാസോ വേറോ കാണും. സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസിൽ വാസോ വേറോ കാണും. ഇവിടെ അസ് വന്നത് കൊണ്ടാണ് വേർ വന്നിരിക്കുന്നത്. ഇവിടെ അസല്ലാതെ മറ്റേതെങ്കിലും ഒരു സിംഗുലാർ ആയിരുന്നുവെങ്കിൽ അത് ഇവിടെ വാസ് വന്നേനെ. അപ്പോൾ ജസ്റ്റ് ഇത് ഓർക്കുക, പാസ്റ്റ് ടെൻസിൻ്റെ അകത്ത് വാസോ വേറോ കാണും. ഇവിടെ വാസോ, വാസ്, ഈസ് തുടങ്ങിയ സെൻറ്റൻസുകളിൽ ബീയിങ് കാണും. അത് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ബീയിങ് കാണും. അതേപോലെ ഹി, ഹാസിൻ്റെ കൂടെ ഹാസ് വെച്ചുള്ള സെൻറ്റൻസ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബീൻ കാണും. അടുത്ത ചോദ്യം, പ്രിൻസ്, പ്രിൻസസ്, ഡ്യൂക്ക്. പ്രിൻസ്, പ്രിൻസസ്, ഡ്യൂക്ക്. ഡ്യൂക്ക് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഡച്ചസ് ആണ്. ഡ്യൂക്ക് ഡച്ചസ്. അടുത്ത ചോദ്യം, ചിൽഡ്രൻ ഹാഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ്. ചിൽഡ്രൻ ഹാഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് ആദ്യം നോക്കുക. സ്പീക്ക് എന്നാണ് തന്നിരിക്കുന്നത്. സ്പീക്ക് പ്രസൻറ്റ് ടെൻസ് ആണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഹാർഡ്ലി എന്നൊരു വേർഡുണ്ട്. ഈ ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവാണ്, നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡു ദേ ആണ്. ഡു ദേ. പ്രസൻറ്റ് സ്പീക്ക് എന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഇവിടെ ഡു ദേ വരും. ഡു ദേ വരാൻ കാരണം ഹാർഡ്ലി എന്ന വേർഡുണ്ട്, അത് നെഗറ്റീവാണ്. ദേ വരുന്നതിന് കാരണം ചിൽഡ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിൽഡ്രൻ ആയതുകൊണ്ടാണ് ഇവിടെ ദേ വന്നിരിക്കുന്നത്. ഡു വരാൻ കാരണം സ്പീക്ക്, സ്പീക്ക് എന്നതിന്. ഇപ്പോൾ സ്പോക്ക് ആയിരുന്നുവെങ്കിൽ അത് ഡിഡ് വന്നതിന്. സ്പോക്ക് ആയിരുന്നുവെങ്കിൽ ഡിഡ് വന്നതിന്. ഇവിടെ സ്പീക്ക് വന്നുകൊണ്ട് ഡു വന്നിരിക്കുന്നു. അടുത്ത ചോദ്യം, റൈറ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ കോമ്പൗണ്ട് വേർഡ് സൺ ഇൻ ലോ. റൈറ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ കോമ്പൗണ്ട് വേർഡ് സൺ ഇൻ ലോ. ഓപ്ഷൻ ഡി സൺസ് ഇൻ ലോ ആണ് സൺ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം. സൺസ് ഇൻ ലോ ആണ് സൺ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം. അടുത്ത ചോദ്യം, ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ സി ന്യൂമോണിയാണ് കറക്റ്റ് വേർഡ്. ഓപ്ഷൻ സി ന്യൂമോണിയാണ് കറക്റ്റ് വേർഡ്. PNEUMONIA ന്യൂമോണിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. വൺസ് അഗെയിൻ താങ്ക് യു.